PM കിസാൻ സമ്മാൻ നിധിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കുള്ള പ്രാഥമിക ചിലവുകൾ തടസ്സമില്ലാതെ നടത്തുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ചെറുകിട കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി. പ്രതിവർഷം 6000 രൂപയാണ് ഈ പദ്ധതി വഴി നൽകി വരുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ധനസഹായം ഒറ്റത്തവണയായിട്ടല്ല കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത്. 4 മാസത്തിൽ ഒരിക്കൽ കർഷകന് 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കർഷകർക്ക് മാത്രമേ ഈ തുക തുടർച്ചയായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിനായി ബാങ്ക് അക്കൗണ്ടും ആധാർ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കൽ, കൃഷിഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ലാൻഡ് സീഡിംഗ് പ്രക്രിയ എന്നിവ പൂർത്തിയാക്കണം. കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനു പുറമെ കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്ററിലോ കർഷകർ പേര് രജിസ്റ്റർ ചെയ്യണം. രാജ്യത്തെ എല്ലാ കർഷകരുടെയും വിവരങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും കൃത്യമായ വിവരശേഖരണം സാധ്യമാക്കാനുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ആധാർ കാർഡും ഭൂമിയുടെ നികുതി അടച്ച രസീത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ എന്നിവ നൽകിക്കൊണ്ട് അഗ്രി സ്റ്റാക്ക് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഈ വിവരങ്ങൾ കൃഷിഭവൻ, വില്ലേജ് തലങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും കർഷകർക്ക് ഡിജിറ്റൽ ഫാർമർ ID അനുവദിക്കുന്നത്. തങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇതിലൂടെ ലാൻഡ് സീഡിംഗ്, eKYC, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഈ 3 കാര്യങ്ങളിലെ നിലവിലത്തെ സ്റ്റാറ്റസ് കർഷകർക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.